എന്താടാ ഒരു വൈക്ലഭ്യം? ഓ, നാളെ സ്റ്റെപ്പ് തിരിച്ചു കയറണോന്ന് ആലോചിച്ചിട്ടാ. വേണ്ടടാ, നിനക്ക് വേണ്ടി ക്ലാസ് റൂം നമുക്ക് താഴേക്ക് കൊണ്ടിരിക്കാം. വലിയ ഉപകാരം. അതെ, ഒരവർ കട്ട് ചോദിച്ചാ നിന്റെ അച്ഛനൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നാളെ മാരിനിക്ക് അങ്ങ് പോവാം. ഏയ് അതൊന്നും ശരിയാവില്ല, വീട്ടിലറിഞ്ഞാ പ്രശ്നമാവും. എന്താടാ പ്രേമ? അങ്ങനെയൊന്നുമില്ല. കണ്ടോ മോളെ, ഒരു ആംബിയറില്ലാത്തവന് ഒന്ന് വരട്ടിയപ്പോഴേക്കും ദേ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇവനെ വിശ്വസിച്ചാണോ നീ ക്ലാസ്സിൽ കയറാതെ കോണിയുടെ ചോട്ടിൽ കുടുങ്ങി നിൽക്കുന്നത്? ക്ലാസ്സിൽ പോടി. അത് ചോദിക്കാൻ താനാരാ? അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമ. അങ്ങനെ പറ. നാളെ അവളുടെ അപ്പൻ ചോദിച്ചാൽ നീ അങ്ങനെ തന്നെ പറയണം. ഇനി മോള് കുടുങ്ങിക്കോട്ടെ. പ്രായം തെറ്റിന്റെ വിഷമം ഒരിടത്ത് മാറും. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? ആ പിള്ളേരെങ്കിലും എൻജോയ് ചെയ്യട്ടാ. എന്താന്ന് അറിയില്ല അളിയാ, ഇതൊക്കെ കാണുമ്പോ ഒരു അസൂയ. അതെ, ഒരു സന്തോഷ വാർത്ത. നാളെ രാവിലെ മുതൽ വെള്ളം അടിക്കാം. നാളെ സമരം. എന്തിന്? നമ്മുടെ വോളിബോൾ കോർട്ടില്ലേ, അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ. പുതിയ വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ട് മതി കൺസ്ട്രക്ഷൻ എന്ന സമരക്കാര്. എന്നാ നാളെ മുതൽ നമ്മളും സമരത്തിൽ. നമ്മുടെ പഴയ സമരപുറ. അത് പഴശ്ശിര മുറയല്ലേ, ഒളിപ്പോര്, ഒളിച്ചിരുന്നുള്ള പോര്. നീ നോക്കിക്കൂടെ തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാളെ. കോർട്ടില്ലാതെ കളിക്കാൻ എന്താ കയ്യാങ്കളിയോ വോളിബോൾ? കളിക്കാൻ ഞങ്ങൾക്ക് കോർട്ടില്ലെങ്കിൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഇവന്മാരെന്തീ കാണിക്കാൻ പോകുന്നത്? ഹലോ, വലയെറിയാൻ പോവാ. പോടാ പോടാ. കയ്യിൽ 2 ബോളൊക്കെ ഉണ്ടല്ലോ. ഒരെണ്ണം അവന്റെ വയറാടാ. നീ അവിടെ നോക്കൂ. എങ്ങോട്ട് പോകുന്നു ചേട്ടാ? മക്കളെ എന്താണ് കളിക്കാൻ ഞങ്ങൾക്ക് ഗോളില്ലെങ്കിൽ അവന്മാരവിടെ റോഡ് പിക്കറ്റ് ചെയ്യും. ഇവന്മാരെന്ത് തോപ്പ കാണിക്കുന്ന ഇവിടെ? വാടാ, വന്ന് കളിക്കണ മക്കളെ. അയ്യോ, ഇത് നമ്മുടെ സമരല്ലടാ. പിന്നല്ലാതെ വാടാ മക്കളെ, വാ. കളിക്കണം. ഞാൻ ക്ഷണിച്ചുപോയി. നിങ്ങൾ വിളിച്ച റോഡിലാണ് പുന്നാര മക്കൾ അഭ്യാസം. നിന്റെ തന്തയുടെ വകയുടെ പബ്ലിക് റോഡ് എന്നാ നോക്കി നിൽക്കുവാണോ? അടിച്ചു ഒതുക്കണോ കഴിവരണ മക്കളെ? നിൽക്കണം, അടിച്ചു ഒതുക്കണം. അധ്യാപകന്റെ ദേഹത്ത് കൈവെക്കുന്നു. നിർത്താനാ പറഞ്ഞോ? ഈ ക്യാമ്പസിൽ കയറി കലക്കാൻ നിനക്കൊക്കെ ആരുടെ ഓർഡർ തന്നത്? ഇനി എന്റെ പിള്ളേരുടെ ദേഹത്തെങ്ങാൻ തൊട്ടാൽ. അത് ശരി, റോട്ടിൽ കിടന്നവന്മാര് ഈ പോക്കൃത്തരം കാണിച്ചിട്ട് സാറന്മാരെ ന്യായീകരിക്കുക. താനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടല്ലടോ ഈ തൊപ്പിയെടുത്ത് തലേ കയറ്റിയത്. കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തോ കുറച്ചാണെങ്കിൽ പോട്ടെ, 1/4 മണിക്കൂറായി യവന്മാര് റോഡും തടഞ്ഞ് വേഷം കെട്ട്. പിന്നെ ഞങ്ങൾ എന്നതാ വേണ്ടത്? തന്നെയൊക്കെ ഭരിക്കണ പാർട്ടിക്കാർ പ്രകടനമൊന്നും പിക്കറ്റിംഗ് പറഞ്ഞ് 4-5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോ കുന്തോ പിടിച്ച് കാവല് നിൽക്കലാണല്ലോ തന്റെയൊക്കെ പതിവ്. ഇപ്പൊ ഈ പിള്ളേർ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോ ഇത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട. എന്റെ ഉണ്ണി തന്നെ താൻ അകത്തേക്ക് പോകും. എവിടെയായിരുന്നു പ്രിൻസിപ്പാള്? മതി സാറന്മാര് പോടോ. കാക്കിയിട്ട് ഒരു ഒറ്റെണ്ണത്തിന് ഇനി ക്യാമ്പസിൽ കണ്ടുപോരുന്നു. സാറുമാര് വിട്ടോ, ഇല്ലെങ്കിൽ കണ്ട എറിഞ്ഞു വീഴ്ത്തും. കണ്ടില്ലേ കുരിപ്പിന്റെ അഹങ്കാരങ്ങളില്ലേ? മുതിർന്നവർ സംസാരിക്കും, ഇടയിൽ കയറി സംസാരിക്കുന്നതാ. കണ്ടല്ലോ, ശിക്ഷിക്കാൻ അധികാരമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ചിലപ്പോ എന്ത് കാണാൻ നിൽക്കടാ? ക്ലാസ്സിൽ പോടാ എല്ലാരും.
ക്ലാസ്സിൽ കയറാൻ പിള്ളേരല്ല എല്ലാം ഒപ്പിച്ച അവന്മാരാ ഉണ്ണിത്താ വന്ന് നന്നായി സാർ ഇവിടെ വേടാ. ഓ എന്തൊരു വിനയം ഒന്ന് തന്നാലുണ്ടല്ലോ. കുസൃതി കാണിക്കാൻ പറ്റിയൊരു പ്രായം. എടാ നിന്നെ പോലൊന്നുമല്ല, തല്ലുകൊണ്ട് ശീലമില്ലാത്ത പിള്ളേരെ. ഞങ്ങള് പോകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ശീലമായിക്കോളും സാർ. കണ്ണു കയറി ചീർത്തലോടെ മാപ്പിളെ. ഇവിടെ വന്നിടാ. പത്മശ്രീ കൊടുക്കേണ്ട ഐറ്റമാണ് അളിയാ. ഇങ്ങേരെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ സാറേന്ന് വിളിക്കാൻ തോന്നുന്നു. അതെ, പഴയ പുലികളാണത്രേ ചെറ്റകള്. അടിയുടെ മണം കിട്ടിയപ്പോഴേ അമ്മര് മുങ്ങി. എനിക്ക് ആദ്യം തോന്നിയിരുന്നു നമുക്ക് കിട്ടുന്ന പണിയാണെന്ന്. അതെങ്ങനെ അപ്പോഴേക്ക് വിളി ചാടി ഇറങ്ങിയില്ലേ? എന്തെങ്കിലും അലമ്പുണ്ടായി അവന്മാരെ മുമ്പ് കയറി നിൽക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഇത്രയ്ക്ക് പേടി തുറികളാണെന്ന് ഞാൻ അറിഞ്ഞു. നോക്കിയേ ചേട്ടന്മാര് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഒക്കെ കഴിച്ചോണം. ശോധനയ്ക്ക് നല്ലതാ. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കും. കോളേജിലെ കാര്യങ്ങളൊക്കെ ചേട്ടന്മാരേറ്റു. അങ്ങനെ പേക്കണ്ട. മൂന്ന് സർട്ടിഫിക്കറ്റ് എഴുതി തീർന്നാ ഞങ്ങൾ ക്യാമ്പസിലോട്ട് തന്നെ വരുന്നത്. എടാ ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്? എടാ ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി കന്നന്തിരിവ് കാണിക്കുന്നതിന് മുമ്പ് അടി ഏതൊക്കെ വഴിയിൽ വരുന്നുള്ള കാര്യം വേണ്ടി ആദ്യം നോക്കി വെക്കാം. അതൊക്കെ ശരിയായിക്കോളും. എക്സ്പീരിയൻസിന്റെ കുറവ്. 4 പേരും വികലാംഗരാണെന്ന് അറിഞ്ഞില്ല. നട്ടലിന്റെ കുറവേ. അച്ചോടം മുറ്റേ വാവയുടെ ചുണ്ടും ഹലോ ഹലോ ഹലോ, അത് വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെയാണല്ലേ. ചേട്ടന്മാര് കൊണ്ടുവന്ന കൊട്ടയം വെട്ടി എടുത്തോ. എന്നിട്ട് പുതിയ വല്ല സമരമുറ ഉണ്ടെങ്കിലേ അറിയിക്കേ. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പഴശ്ശി അത്ര ഏറ്റില്ല. അപ്പൊ ബൈ ബൈ, റെസ്റ്റ് ഇൻ പീസ്. എന്താണ് മക്കളെ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അറിഞ്ഞിട്ടൊക്കെ പിന്നെയും പണി കിട്ടി. ആരാടാ? ലോക്കാളിലെ പിള്ളേരാ. ഓർക്കാപ്പുറത്തുള്ള പണിയായിരുന്നില്ല. ടൂൾസ് എടുക്കാൻ പോലും അവര് നേരം തന്നില്ല. ടൂൾസ് എടുത്തപ്പോഴൊക്കെ നീ ഇതേ കൂടുതൽ തല്ല് വാങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് തന്നെ അവിടെ കയറി പൊളിക്കണം. മണ്ടത്തരം പറയലടാ. നമ്മുടെ സ്റ്റാൻഡിൽ ഒതുങ്ങി കിട്ടും. എന്നിട്ട് മതി. കുഞ്ഞുങ്ങളെ എന്തോന്നാടത്? വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല. എന്നാൽ എന്റെ ഒരു പേടി അങ്ങ് പോകും. എന്നാലും ഇത്രയും പേരുണ്ടായിട്ടും എടാ നാണമില്ലല്ലോ. അടിയും കൊണ്ടേച്ച് ഇവിടെ നിന്ന് മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ലോ കോളേജ് കയറി ഇടിച്ച് നൂത്തണം. ധൈര്യം ഉണ്ടോടാ നിങ്ങക്ക്? അടുത്ത റൗണ്ട് അടികൂടി വാങ്ങി തരാനുള്ള പരിപാടിയോ? അട്ടിന്ന് എഴുതി കാണിച്ച അട്ടത്ത് കയറി ഒളിക്കുന്ന ടീംസാ. ധൈര്യം കൊണ്ട് വന്നേക്കണം. ആഹാ, മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കണ ഇടി. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട. ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. മോളെ ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. നിങ്ങൾ ലേഡീസിനും വരാം. എന്തോ നട നോക്കി നിൽക്കുന്നത്? ലോ കോളേജ് കയറി അടിച്ച് പൊളിക്കടാ പാട്. അതെ, അടി ആമ്പിള്ളേർക്ക് മാത്രം. അതിനിടയ്ക്ക് തപ്പാൻ നിൽക്കരുത് കേട്ടാ. അയ്യേ പോടാ. എന്റെ ഒറ്റ ഇടിക്കാൻ വീണു. നോക്കുമ്പോഴേയാ അവന്റെ മൂക്കിന്നും പൈപ്പ് തുറന്ന പോലെ ചോര. അയ്യേ, ഈ ഞരന്ത് പിള്ളേരാ. നാണോ ഇല്ലടാ. ഓഞ്ഞ പിള്ളേരെ അടിയും മേടിച്ചു വന്നേക്കുവാ. ഞാൻ ശരിക്കും വേർത്തുകൂടിയില്ല. ഓഹോ, പപ്പേ എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ? അല്ല, ഞാൻ വരണോ? വാടാ.